തിരമാലകൾ വന്ന് കരയിൽ തൊടുന്നത് കാണാൻ നല്ല രസമാണ്, അതും രാത്രിയിൽ. അങ്ങനെയിരിക്കെ ഒരു ദിവസം നൈറ്റ് ഷോ കണ്ട് മടങ്ങിയ വിഷ്ണു വെറുതെ കടൽ തീരത്ത് കൂടി ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന സമയത്താണ് ആ കാഴ്ച കണ്ടത്. രാത്രി ഒരു പെണ്ണ് കടൽ തീരത്ത് ഓടിക്കളിക്കുന്നു. തിരമാലകൾ വരുമ്പോൾ പിറകോട്ടോടും, പോകുമ്പോൾ മുന്നോട്ടും ഓടും. വിഷ്ണു കുറച്ചുകൂടി അടുത്തേക്ക് വന്നപ്പോൾ ആ പെണ്ണിനെ ശരിക്കും നോക്കി. എന്തൊരു ഭംഗി അവളെ കാണാൻ! കണ്ണുകൾ തിളങ്ങുന്നു. പണ്ട് കാലത്തെ രാജനർത്തകിമാരുടെ വേഷം. വിഷ്ണുവിന്റെ നിയന്ത്രണം വിട്ടുപോയി. അവളെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. വിഷ്ണു ഓടി വന്ന് ഒന്നും നോക്കിയില്ല, അവളെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ഒരു നിമിഷം പകച്ചുപോയ അവൾ മനുഷ്യന്റെ ഗന്ധം അവൾക്ക് എന്തോ പോലെ തോന്നി. ഹരിത്, എന്നെ ഉപദ്രവിക്കരുത്. അവൾ താണു കേണു. എന്നെ കടലിലേക്ക് പോകാൻ അനുവദിക്കൂ. പിന്നെ വിടാനല്ലേ പിടിച്ചത്? വിഷ്ണു അവളിൽ പിടിമുറുക്കി. അവൾ കടലിലേക്ക് ചാടാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ വിഷ്ണുവിന്റെ കരവലയത്തിൽ നിന്നും അവൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. നിമിഷ നേരം കൊണ്ട് വിഷ്ണു അവളെ കീഴ്പ്പെടുത്തി. വിഷ്ണു കൈയെടുത്തപ്പോൾ താഴെ വീണ അവൾ കടലിലേക്ക് ഇറങ്ങി പരമാവധി ശ്രമിച്ചു. എന്നാൽ കടലിന് ഒരുപാട് ദൂരം അവളെ വിഷ്ണു കൊണ്ടുപോയിരുന്നു. അപ്പോഴാണ് വിഷ്ണു അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. അവളുടെ കാലുകൾ മാറുന്നു. കാലിന്റെ സ്ഥാനത്ത് വാലായി മാറുന്നു. അവൾ കരയിൽ കിടന്ന് പിടയാൻ തുടങ്ങി. പക്ഷെ അധിക നേരം ആ പാവത്തിന് പിടിച്ചു നിൽക്കാനായില്ല. അവൾ പിടഞ്ഞു പിടഞ്ഞ് മരിക്കാൻ തുടങ്ങി. അവൾ വിഷ്ണുവിനെ ദയനീയമായി നോക്കി. ഹേ മനുഷ്യ, എന്നെ കളങ്കപ്പെടുത്തിയ നിനക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയില്ല. അവളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. പെട്ടെന്ന് കടൽ തീരത്ത് കാറ്റും കോളും കൊണ്ട് കടൽ ക്ഷുഭിതനായി. കടൽ തിരമാല ആഞ്ഞടിച്ചു. കരയിൽ കയറി അവളെയും കൊണ്ടുപോയി. നെന്മാറ കടൽ തീരം രാത്രികളിൽ കടൽ തിരമാല ആഞ്ഞടിക്കുന്നത് പതിവായി. രാത്രി മീൻ പിടിക്കാൻ പോകുന്നവർ അത് നിർത്തിവെച്ചു. കാരണം തിരമാലകൾ പൊങ്ങി കലിതുള്ളിയാണ് ആഞ്ഞടിക്കുന്നത്. എല്ലാവരും കടൽ മൂപ്പന്റെ അടുത്തേക്ക് ഓടി വന്നു. മൂപ്പ, എന്താണിത്? കടൽ ഇങ്ങനെ കോപത്തോടെ ആഞ്ഞടിക്കുന്നത്? പകൽ പോലും കടലിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ വീടുകളിൽ പട്ടിണിയിലേക്ക് പോവുകയാണ്. ഞാൻ നോക്കാം. മൂപ്പൻ കവിടി നിരത്തിവെച്ച് ഉരുളിയിൽ കൂവളത്തില ഇട്ടു നോക്കി. അതിൽ കാണാൻ കഴിഞ്ഞത് കടലിന്റെ അഗാധതയിൽ നിന്ന് വാലില്ലാത്ത മത്സ്യങ്ങളെയാണ്. പിന്നെ കടലിന്റെ അടിത്തട്ടിൽ നിന്ന് കരച്ചിലും കേൾക്കുന്നു. എന്നാ കാരണം വ്യക്തമായില്ല. കടലമ്മേ, എന്താണിത്? വാലില്ലാത്ത മത്സ്യങ്ങൾ, ആരുടെയോ കരച്ചിലും കേൾക്കുന്നു. എന്നാ അതിനുള്ള കാരണം? അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ. എന്തായാലും നമുക്കൊരു പൂജ നടത്തി നോക്കാം. എന്നിട്ട് എല്ലാവരും കടലിൽ മീൻ പിടിക്കാൻ പോയാൽ മതി. ശരി മൂപ്പ. രാത്രി വിഷ്ണുവിന്റെ വീട്. അച്ഛനും അമ്മയും അടുക്കളയിലാണ്. ഇരുവരും പരസ്പരം സഹായിച്ചാണ് അടുക്കളയിലെ ജോലികൾ ചെയ്യുന്നത്. പെങ്ങളാണെ മൊബൈൽ ഫോണിൽ ഗെയിം കളിയാണ്. വിഷ്ണു TV ഓണാക്കി. ടിവിയിൽ കടൽ തീരത്ത് എന്തോ പരിപാടിയുടെ പ്രോഗ്രാം ആയിരുന്നു. പാട്ടും ഡാൻസും ഒക്കെ കുറച്ചു കഴിഞ്ഞപ്പോൾ ടിവിയിൽ ആരെയും കാണുന്നില്ല. പകരം കടൽ തീരം മാത്രം കാണാൻ തുടങ്ങി. എന്താ ഇത് എന്ന് വിഷ്ണു ടിവിയിലോട്ട് ഉറ്റുനോക്കി. പെട്ടെന്ന് കടൽ തിരമാല ഉയർന്നു പൊങ്ങി വരുന്നത് അവൻ കണ്ടു. കടൽ തിരമാല ആഞ്ഞടിച്ചു. അത് വിഷ്ണുവിന്റെ ദേഹത്ത് വീണു. പൊടുന്നനെ വിഷ്ണു ടിവിക്കുള്ളിലെ കടലിൽ വീണു. കടലിൽ വീണ വിഷ്ണു കടലിന്റെ നടുവിൽ കിടന്നു. വിഷ്ണു നിലവിളി തുടങ്ങി. ആരെങ്കിലും ഓടി വരണേ! അയ്യോ, രക്ഷിക്കണേ! അമ്മേ, അച്ഛാ, ഓടിവായോ! പൊത്തോന്ന് ഒരു ശബ്ദം കേട്ടു. വിഷ്ണു നോക്കിയപ്പോൾ വലിയൊരു നീല കളർ വാൽ, അതും വലിപ്പമുള്ള വാൽ പൊന്തി വന്ന് കടലിൽ അടിക്കുന്നു. പെട്ടെന്ന് ആ വാൽ വിഷ്ണുവിന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. വിഷ്ണു പൊങ്ങി ദൂരെ മാറി തെറിച്ചു വീണു. വീണതോ വലിയൊരു കൊമ്പിന്റെ അടുത്ത്. വിഷ്ണു വിറച്ചു നോക്കിയപ്പോൾ വലിയൊരു നീല തിമിംഗലം. തിമിംഗലം വായ് പൊളിച്ച് വിഷ്ണുവിനെ വായ്ക്കുള്ളിലാക്കാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ആരോ വിഷ്ണുവിന്റെ ദേഹത്ത് ഒറ്റയടി. ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് അച്ഛനായിരുന്നു. നീ എന്താടാ നിലവിളിച്ചത്? ഞാനങ്ങ് പേടിച്ചു പോയല്ലോ. അത് അച്ഛാ. ഒന്നുമില്ല അച്ഛാ. അച്ഛൻ പൊയ്ക്കോ. ശരി. അച്ഛൻ പോയതും വിഷ്ണു ടിവിയിലേക്ക് നോക്കി ആട്ടവും പാട്ടവും തകൃതിയായി നടക്കുന്നു. അപ്പോ ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നു. ഷേ, വിഷ്ണുവേട്ടാ, എന്ത് പറ്റി? എന്താ നിലവിളിച്ചത്? പെങ്ങൾ ഷാരി ചോദിച്ചു. മോനെ വിഷ്ണു, ഭാഗ്യം, ഒന്ന് വന്നേ. എന്തൊരു പാപിയാണ് ഞാൻ. ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി. എന്താ കുട്ടിയുടെ പേര്? മേഘ. അതാണ് എന്റെ പേര്. അയ്യോ, ദേ നോക്ക്, ഒരു വലിയ വാൽ. മറക്കാതെ കാണൂ ഫാന്റസി ത്രില്ലർ പരമ്പര മത്സ്യകന്യക. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9 മണിക്ക്.